അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പ്രിയപ്പെട്ട അൽബിർ കുടുംബത്തിലെ അംഗങ്ങളായ സഹോദരന്മാരെ, പ്രവർത്തകർ, ടീച്ചർമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, അധ്യാപികമാർ, എല്ലാവരും കൂടെ പരിശുദ്ധ റമദാനിൽ നടത്തുന്ന ഇസ്തിഖാമ പരിപാടിയിലാണ് നമ്മളുള്ളത്. ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചൊവ്വായ ജീവിതം. പല പാതകളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നേരെയുള്ള പാതയിൽ കൂടെ സഞ്ചരിക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത്. അൽബിർ കുടുംബം നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പുതിയ ചരിത്ര വിപ്ലവം തന്നെയാണ്. വൈജ്ഞാനിക മേഖലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്ന വിപ്ലവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽബിർ. അതിനെ കേരളത്തിൽ മാത്രമല്ല, പുറം സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പുറം നാടുകളിലും അതിനെ ആളുകൾ സ്വാഗതം ചെയ്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ കഴിഞ്ഞ വർഷവും അതിനു മുമ്പൊക്കെ തന്നെ നടത്തിയ ഒരു പരിപാടിയാണ് ഇസ്തിഖാമ. ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ വളരെ ബന്ധം തന്നെയാണ്. പരിശുദ്ധ റമദാൻ ഖുർആൻ അവതീർണമായ മാസമാണ്. നമുക്കറിയാം, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധ റമദാൻ. ആ ഖുർആൻ്റെ ആദ്യ ഭാഗം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതാണല്ലോ. വൈജ്ഞാനികവുമായി വിജ്ഞാന സമ്പത്ത് എങ്ങനെ നേടണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ആയത്തിൽ പഠിപ്പിക്കുന്ന ചെറിയ 1-2 ആയത്തുകളാണത്. അതിലൊരുപാട് ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ ചിന്തിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. ഖുർആൻ വിജ്ഞാനത്തിൻ്റെ ആകെ മൂലകം ഖുർആനാണല്ലോ. മനുഷ്യനെ ഖുർആൻ ഹിദായത്താക്കാൻ വേണ്ടി, ഇസ്തിഖാമയാക്കാൻ വേണ്ടിയിട്ട് എന്ന് തന്നെ പറയാം, അതിനു വേണ്ടി അവതീർണമായതാണ്. അത് ഏറ്റവും അക്വമായതിലേക്ക് ഹിദായത്താക്കുമെന്ന് ഖുർആൻ തന്നെ പറയുന്നത്, ഏറ്റവും ചൊവ്വായ പാതയിലേക്ക് ജനങ്ങളെ നയിക്കുമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ ഖുർആൻ അവതീർണമായത് ഈ പരിശുദ്ധ മാസത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ച് നമുക്കറിയാം. 926 രൂപം കൊണ്ട സമസ്ത, അതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം, ഒന്നാമത്തെ പ്രവർത്തനം തന്നെ പറയാം, വിദ്യാഭ്യാസ മേഖലയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഒരു ബോർഡ് രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പ്രാഥമിക മതവിദ്യാഭ്യാസ കേന്ദ്രമാണ് അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലൊക്കെ തന്നെ വളരെ സുപരിചിതമായ ഒരു പദ്ധതിയാണ് സമസ്തയുടെ വിദ്യാഭ്യാസ മേഖല. അത് മദ്രസ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള മദ്രസ വളരെ സമർത്ഥമായി ഈ കുട്ടികളൊക്കെ തന്നെ, അതോടുകൂടെ ഭൗതിക വിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ദിശാബോധം, മതമേഖലയിൽ ദിശാബോധം നൽകാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ സംവിധാനമാണ് മദ്രസ സംവിധാനം. കുട്ടി +2 പാസ്സാവുന്നതോടുകൂടെ തന്നെ മദ്രസയിലും +2 പാസ്സാകും. അതുകൊണ്ട് തന്നെ ഭൗതിക മേഖലയിൽ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടികൾ അവർക്ക് വഴിതെറ്റിപ്പോകാതിരിക്കാൻ അതിൻ്റെ കൂടെ തന്നെ വഴി നടത്തുകയാണ് സമസ്ത ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇതുവരെ മദ്രസയിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ അതോടുകൂടെ തന്നെ ആ മദ്രസ കഴിഞ്ഞതിന് ശേഷം പള്ളി ദർസുകൾ വളരെ സജീവമായിരുന്നു. ഇവിടെ പള്ളി ദർസുകൾ കാലത്തിൽ സ്കൂളിൻ്റെയും അതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കവിഞ്ഞു കയറ്റത്തിലൊക്കെ തന്നെ പള്ളി ദർസുകൾക്ക് ക്ഷീണം സംഭവിച്ചപ്പോൾ അറബിക് കോളേജുകളും
അതേ പ്രകാരം തന്നെ സമ്മിശ്ര സിലബസ് അനുസരിച്ചുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ട്, സമസ്തൻ്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മേഖലയിലും പ്രശസ്തമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഒട്ടും പിന്നിലല്ലാത്ത രൂപത്തിൽ തന്നെ മതമൂല്യങ്ങൾ നിലനിർത്തുന്ന കാര്യത്തിൽ സമസ്ത ശ്രദ്ധിച്ചു വരുന്നു. എന്നാൽ നഴ്സറി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വിദ്യാഭ്യാസ വിശേഷണരൊക്കെ തന്നെ അതിനത്ര പ്രോത്സാഹനം നൽകാതിരുന്ന കാലത്ത് സമസ്തയും പ്രോത്സാഹനം നൽകിയിരുന്നില്ല. എന്നാൽ മറ്റു മേഖലകളിലൊക്കെ നഴ്സറി വിദ്യാഭ്യാസം ചൂടുപിടിക്കുകയും അത് പ്രചരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ അപകടം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സമസ്ത അൽബിർ സംവിധാനിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ചരിത്രം നമുക്കറിയാം. 3-3.5 വയസ്സായ കുട്ടികൾ, ഇസ്ലാമിന് ഒരു നിലപാടുണ്ട്. നമ്മളെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർ ഇസ്ലാമിക വിഷയങ്ങൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അഥവാ ഒരു കുട്ടി ജനിച്ചാൽ അവൻ്റെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അതിൻ്റെ താല്പര്യം ഒരു കുട്ടി ഇവിടെ ആദ്യമായി കേൾക്കുന്നതും പഠിക്കുന്നതും ശ്രദ്ധിക്കുന്നതും അള്ളാഹും റസൂലും ദീനുമൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. ആ കുട്ടി പിന്നീട് നമ്മൾ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ മദ്രസയിൽ 5 വയസ്സ് കഴിഞ്ഞാൽ ചേർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പാണ് നഴ്സറി വിദ്യാഭ്യാസം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യമായി കുട്ടികൾ പഠിക്കേണ്ടത് അവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹും ബി അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്ക വ തൂഫിയ ബിൽ മദീന എന്നൊക്കെയാണ് എന്ന് ഫത്ഹുൽ മുൻ പോലെയുള്ള കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഈ നിലപാടിന് വിരുദ്ധമായ പലതും കുട്ടികൾ പഠിക്കാൻ ഇടവരികയും ചെയ്തപ്പോൾ അവിടെ നമ്മൾ നോക്കി നിന്നാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാണ് നഴ്സറി വിദ്യാഭ്യാസ മേഖലയിലേക്കും സമസ്ത മുന്നോട്ട് കാലെടുത്ത് വെച്ചത്. അതിൻ്റെ ഫലമാണ് അൽബിർ. ഇവിടെ കുട്ടികൾ നമുക്കറിയാം, അൽബിറിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ സമർത്ഥമായിക്കൊണ്ട് വളരെ നമ്മുടെ മറ്റ് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കാണിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സമർത്ഥമായിക്കൊണ്ട് തന്നെ ദീനീ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രശോഭിക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട പല ദിക്റുകൾ, അതുപോലെ ഖുർആൻ സൂറത്തുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികൾ സ്വായത്തമാക്കുകയും അത് ജീവിതത്തിൽ നടപ്പാക്കുകയും വീട്ടിൽ ചെന്ന രക്ഷിതാക്കളും സഹോദര സഹോദരിമാരുമൊക്കെ ആയിട്ട് പങ്കുവെച്ച് ആ മാർഗത്തിലേക്ക് അവർ പ്രബോധനം ചെയ്യുന്ന രൂപത്തിൽ വരെ എത്തുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമല്ലേ? ഇത് വലിയൊരു നല്ല ഒരു സൃഷ്ടിയാണ്. സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും വെച്ച് ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയാണ്. ഇതുപോലെ തന്നെ സമസ്ത ആവിഷ്കരിച്ച +2 കഴിഞ്ഞ അല്ലെങ്കിൽ SSLC കഴിഞ്ഞ കുട്ടികൾ, ആ കുട്ടികൾ പെൺകുട്ടികളെ ചേർത്തുകൊണ്ട് അവർക്ക് ഫദീല എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ അവരുടെ പ്രായത്തിനനുസരിച്ച് കൊണ്ട് വിദ്യാഭ്യാസ സൗകര്യപ്പെടുത്തുക എന്നുള്ളതിൽ സമസ്ത വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ രക്ഷിതാക്കൾ കൂടെ ഏറ്റെടുത്തുകൊണ്ട് കുട്ടികളെ ഈ പാതയിൽ കൊണ്ടുവന്നാൽ സമസ്തയുടെ ലക്ഷ്യം വളരെ പരിപൂർണമായി വിജയിക്കുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ചെറുപ്പത്തിലും അത് വളരുന്നതനുസരിച്ച് കൊണ്ടുള്ള അവരുടെ പ്രായത്തിനനുസരിച്ച് കൊണ്ടുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ ഭൗതിക വിദ്യാഭ്യാസത്തോട് കൂടെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അളവിനേക്കാൾ കൂടുതൽ ശക്തമായിക്കൊണ്ട് തന്നെ ദീനീ മേഖല അവർക്ക് പഠിപ്പിക്കുന്നതിൽ സമസ്ത വളരെയധികം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സമസ്തയുടെ ബാധ്യതയാണ്. സമസ്ത നിർവഹിക്കുന്നു. പക്ഷേ ഇത് ഏറ്റെടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളും ആ ഭാഗത്ത് ജാഗ്രത കാണിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമാണ്. അതാണ് അൽബിറിൻ്റെയും അതുപോലെ സമസ്തയുടെയും ഒക്കെ ലക്ഷ്യം. ആ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ റമദാനിൽ ഇസ്തിഖാമ എന്ന പരിപാടി വളരെ അനുയോജ്യവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരെ ചൊവ്വായി നടക്കുക, ചൊവ്വായി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ അതിൻ്റെ ഒരു സന്ദേശം ഈ വിജ്ഞാനത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ ഖുർആൻ്റെ അവതരണത്തിന് തുടക്കം കുറിച്ച് ഈ പരിശുദ്ധ മാസത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും ഉചിതമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും ഈ സ്ഥാപനങ്ങൾക്കും സമസ്തയുടെ സംരംഭങ്ങളോടും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും വിജയത്തിലെത്തിക്കുമാറാവട്ടെ. നമ്മളെ കുട്ടികളെ സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.